ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. ഈ പച്ച മാങ്ങ കാണുമ്പോൾ സമയത്തെ നാവിൽ വെള്ളം ഊറാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? ശരിക്കും പറ, നിങ്ങളുടെയൊക്കെ ഇത് കണ്ടിട്ട് എന്തോ ഒരു എന്താ പറയുക, അതെങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് നാവിൽ വെള്ളം ഊറുന്നില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഇത്തിരി ഉണക്ക കൊഞ്ചും ഇത്തിരി പച്ച മാങ്ങയൊക്കെ ഇട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി നോക്കിയാലോ? ഒരു നിമിഷം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമോ? നമ്മുടെ ഉണക്കക്കൊഞ്ചിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തോളുക. ഒന്ന് ബ്രൗണിഷ് നിറമാവുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ കേട്ടോ. ലോ ഫ്ലെയിമിൽ മതിയാവും. നമുക്ക് കിട്ടിയിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കൊഞ്ചാണേ. ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാനത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഴുവനോടെ ഒന്നിട്ട് ചൂടാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കഴുകി വരി ഉണങ്ങി വെച്ചിരുന്നതാണേ. അപ്പോൾ അതൊന്നുകൂടെ ചൂടാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊന്ന് കളർ മാറിക്കോട്ട് വന്നോട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഞ്ചിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ തേങ്ങയാണ്. ഞാനൊരു അരമുറിയോളം തേങ്ങ, മുഴുവൻ എടുത്തിട്ടില്ല, അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒരു ചെറുതായിട്ട് പച്ചമണം മാറുന്നിടം വരെ, അതായത് ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ നമ്മൾ ഇളക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊരു എൻ്റെ ഒരു പച്ചമണം മാറുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഇളക്കി കൊണ്ട് വിടുക ചെയ്ത്, അതും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയും ഏകദേശം ഒരു എന്താ പറയുക, ഒരുപാട് ബ്രൗൺ കളറൊന്നും വേണ്ടെന്നേ, ചെറിയൊരു പച്ചമണം മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഇതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവയങ്ങ് മാറിപ്പോവുമല്ലോ. അങ്ങനെ അതൊരു കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിനെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2-3 ഉണക്കമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുളകാണ്. നല്ല എരിവുള്ള മുളകായിരുന്നു. അത് ചുട്ടതും പിന്നെ നമ്മുടെ സവോള അല്ലെങ്കിൽ ഉള്ളിയും ഇഞ്ചി മാങ്ങ ഇതും കൂടെയാണ് നമുക്ക് ചേർത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് വെച്ച് ചതച്ചെടുത്താൽ മതി. എല്ലാം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുന്നതാണ് ഇത്തിരിയുടെ നല്ലത്, രുചി കിട്ടുന്നത്. അപ്പോൾ എനിക്കിവിടെ ഉള്ളി കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ സവോള അരച്ചത് കേട്ടോ. ഒരു കുഞ്ഞു സവോളയുടെ പകുതി എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മാങ്ങയും നമ്മുടെ സവോള എല്ലാം മുളകും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചു പോകും കല്ലിൽ നിന്ന്. അത് തന്നെയല്ല, ചതഞ്ഞ് ചൊവ്വേന്നേരം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെച്ചിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് മാങ്ങയും പിന്നെ ബാക്കി നമ്മുടെ കുറച്ച് തേങ്ങയും എല്ലാം കൂടെ കൂട്ടി ബാക്കിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ അവസാനം വന്നു കഴിയുമ്പോൾ നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അതിനിടയ്ക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് നമുക്ക് ഒരുമിച്ച് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരേ സൈഡിൽ തന്നെ ആവും ഉപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ തവണ അരയ്ക്കുന്ന സമയത്ത് ഇത്തിരി ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നാൽ പിന്നെ നമ്മുടെ മാങ്ങയും ബാക്കി സവോള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളുക. വലിയ തരികളൊന്നും ഇല്ലാതെ ഒരുമാതിരി പേസ്റ്റ് രൂപേണ തന്നെ നന്നായിട്ട് അരച്ചെടുത്തോളുക. എന്നിട്ട് ഇനി ബാക്കി വരുന്ന നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളുക. എന്ന് വെച്ചാൽ പേസ്റ്റ് രൂപേണയൊന്നും അല്ല കേട്ടോ, നോർമലായിട്ട് തന്നെ. അതിൻ്റെ ഒരുപാട് വലിയ തരികൾ ഉണ്ടാവരുത്, ഏകദേശം ഒരു ചതച്ചെടുക്കുന്ന ആ ഒരു രീതി. എന്നാൽ ഇത്തിരി കൂടി ആവണമെന്ന് മാത്രം. വെള്ളം ചേർക്കുകയൊന്നും വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി മാങ്ങ ചതച്ചെടുത്തതിൻ്റെ എല്ലാം കൂടെ ഉണ്ടല്ലോ, അരച്ചെടുത്തതിൻ്റെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡിയാവും. അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളകും എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങോട്ടും ഒക്കെ ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക. സ്പൂണൊന്നും വേണ്ട കേട്ടോ, കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ രുചി അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ്, വായിൽ വെള്ളം ഊറുന്നുണ്ടോ? നല്ല പച്ചമാങ്ങയുടെ നല്ല പുളിയുള്ള പച്ചമാങ്ങ വെച്ചത് പിന്നെ നമ്മുടെ ചെമ്മീനും കൂടെയൊക്കെ വെച്ച് കഴിയുമ്പോൾ അടിപൊളി രുചിയല്ലേ? അപ്പോൾ എങ്കിലേ ഇനി ഒരു ശക്കലം ചോറും കൂടെ അതിലോട്ട് ആ കല്ലേലിട്ടിട്ട് നന്നായിട്ടൊന്ന് വിരകിയെടുത്തിട്ട് ഒരു ഇത്തിരി ചമ്മന്തിയും കൂടെ അതിനകത്തോടു കൂടി അങ്ങ് കൂട്ടിക്കോ. അതെല്ലാം കൂടെ വിരകി അടിപൊളിയായിട്ടൊന്ന് കഴിക്കണം. അയ്യോ മോനെ, സെറ്റെന്ന് വച്ചാൽ പോരാ, ഡബിൾ സെറ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.